ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബി.വി. നാഗരത്ന, എൻ.കെ. സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. തൃശൂർ, പാറയമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ബി. ബാലഗോപാൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. ബാലു, തൃശൂർ പൂരത്തെ മാത്രമല്ല, ഇത് പൂരക്കാലവും ഉത്സവകാലവും ഒക്കെ ആകാൻ പോവുകയാണ്. അതിനിടയിലാണ് ഈ നിയന്ത്രണങ്ങൾ വലിയ തോതിൽ തന്നെ നിയന്ത്രണങ്ങൾ വരികയും അതിന്മേൽ വിമർശനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? വിവരങ്ങൾ. നാളെ ജസ്റ്റിസുമാരായ ബി.വി. നാഗരത്നയും എൻ.കെ. സിംഗും അടങ്ങുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ചാണ് ഈ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയിരിക്കുന്ന ഹർജികൾ പരിഗണിക്കുന്നത്. ഈ ആന എഴുന്നള്ളത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഇരു ദേവസ്വങ്ങളും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിൽ ഈ നിയന്ത്രണങ്ങൾ അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ളവരുടെ നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്നാണ് ഈ രണ്ട് ദേവസ്വങ്ങളും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആരാധനയുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതിനാൽ തന്നെ ഹൈക്കോടതിക്ക് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമില്ല എന്നാണ് ഇരു ദേവസ്വങ്ങളും സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൃഗസ്നേഹികളുടെ സംഘടനയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിന് മുമ്പായി തങ്ങളുടെ വാദം കേൾക്കണമെന്നാണ് ഈ മൃഗസ്നേഹികളുടെ സംഘടനകൾ സുപ്രീം കോടതിയിൽ നാളെ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഈ കേസിലെടുക്കുന്ന നിലപാട് അതിനിർണായകമായിരിക്കും. ഏതായാലും ഈ കേരളത്തിലെ ഉത്സവ കാലം അടുത്തു വരുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ബി.വി. നാഗരത്നയും ജസ്റ്റിസ് എൻ.കെ. സിംഗും അടങ്ങുന്ന നാളെ കേസിലെടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. തീർച്ചയായും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഹർജി തന്നെയാണ് നാളെ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത്.